വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ EVSന്റെ പരിസര പഠനത്തിന്റെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത് എന്ന് നോക്കാം. പ്രവർത്തനം 1, കരയിലും ജലത്തിലും. ജീവനും കൂട്ടുകാരും ടീച്ചറോടൊപ്പം വിദ്യാലയത്തിനടുത്തുള്ള ജലാശയം സന്ദർശിച്ചപ്പോൾ കണ്ട കാഴ്ചകളാണ് ചിത്രത്തിൽ. ഇവിടെ കാഴ്ചകളൊക്കെ തന്നിട്ടുണ്ട്. ഇതിലെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങളെയും ജന്തുക്കളെയും അവയുടെ വാസസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കരയിൽ വസിക്കുന്നവ, ജലത്തിൽ വസിക്കുന്നവ, കരയിലും ജലത്തിലും വസിക്കുന്നവ, ഇങ്ങനെ 3 എണ്ണമായിട്ടാണ് നമ്മൾ തരംതിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ തെങ്ങ് തന്നിട്ടുണ്ട് അല്ലേ. കരയിൽ വസിക്കുന്നത് തെങ്ങ് എന്ന് തന്നിട്ടുണ്ട്. വേറെ എന്ത് കൊടുക്കാം? നമുക്ക് കൊടുക്കാം മുയല്, അതുപോലെ തന്നെ കാക്ക. ഇനി ജലത്തിൽ വസിക്കുന്നവ ഏതൊക്കെയാണ്? മീന്, താമര. ഓക്കെ. ദെൻ കരയിലും ജലത്തിലും വസിക്കുന്നവ ഏതൊക്കെയാണ്? തവള, അതുപോലെ തന്നെ ആമ. ഓക്കെ. അപ്പോൾ നമുക്ക് കരയിലും ജലത്തിലും വസിക്കുന്നവയെയും അതുപോലെ തന്നെ രണ്ടിലും കൂടി വസിക്കുന്നവയെയും നമുക്ക് കിട്ടി അല്ലേ. ഇനി ഇതിലെ അടുത്ത ചോദ്യം നോക്കൂ. താറാവിന് കരയിലും ജലത്തിലും സഞ്ചരിക്കുന്നതിനും ഇര തേടുന്നതിനും സഹായകമായ അനുകൂലനങ്ങൾ ഏതെല്ലാം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം താറാവ് എന്ന് പറയുന്നത് കരയിലും ജലത്തിലും ഒക്കെ അതിൻ്റെ ഇരയെ തേടി പിടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്? ഒന്ന്, അതിന് ചർമ്മബന്ധിതമായ വിരലുകളാണ്. ഓക്കെ, ചർമ്മബന്ധിതമായ വിരലുകൾ. അതുപോലെ തന്നെ ചെളിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഇര പിടിക്കാനുന്ന പരന്ന കൊക്ക്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ചർമ്മബന്ധിതമായ വിരലുകൾ ഉണ്ടായിരിക്കും. ചെളിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഇര പിടിക്കാവുന്ന പരന്ന കൊക്കും അതിന് ഉണ്ട്. ആർക്ക്? നമ്മുടെ താറാവിന്. ഓക്കെ. ഇനി അടുത്ത് നോക്കൂ. പ്രവർത്തനം 2, വേരും സിരയുമാണ്. ചിത്രത്തിലെ വേരുപടലത്തിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒന്നാമത്തെ ചെടി എന്ന് പറയുന്നത് തായ്വേരാണ്. ഓക്കെ, ഇവിടെ തായ്വേരാണ് ഉള്ളത്. തായ്വേര്. ഇത് നാരുവേരാണ്. അപ്പോൾ ഒന്നാമത്തേത് തായ്വേരും രണ്ടാമത്തേത് നാരുവേര് പടലം. ഓക്കെ, തായ്വേര് പടലം, നാരുവേര് പടലം. ഇതാണ് ഈ 2 ചെടികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തായ്വേരും അതുപോലെ തന്നെ നാരുവേരും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തതായിട്ട് ഇവിടെ മുളക്, മുള, പ്ലാവ്, തെങ്ങ്, മാവ്, കവുങ്ങ്. ബി, മുകളിൽ നൽകിയിരിക്കുന്ന സസ്യങ്ങളെ ഇലകളുടെ ശിരാവിന്യാസത്തിൻ്റെ സവിശേഷതകൾക്കനുസരിച്ച് തലക്കെട്ട് നൽകി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കറിയാം 2 ശിരാവിന്യാസമാണുള്ളത് അല്ലേ. ഒന്ന് എന്ന് പറയുന്നത് സമാന്തര ശിരാവിന്യാസം. അപ്പം നമുക്ക് സമാന്തര ശിരാവിന്യാസം എന്ന് എഴുതാം. മറ്റൊന്ന് ഏതായിരുന്നു? ജാലിക ശിരാവിന്യാസമാണല്ലേ. അപ്പോൾ ഇവിടെ ജാലിക ശിരാവിന്യാസം എന്ന് എഴുതി കൊടുക്കാം. ഇനി ഇതിൽ ഓക്കെ, അപ്പോൾ നമ്മൾ ജാലിക ശിരാവിന്യാസവും സമാന്തര ശിരാവിന്യാസവും മനസ്സിലാക്കി. ഇനി ഇതിൽ ഏതൊക്കെയാണ് നമുക്കൊന്ന് എഴുതി നോക്കാം. സമാന്തരത്തിൽ ഏതൊക്കെയാണ്? മുള, അതുപോലെ തന്നെ തെങ്ങ്, കവുങ്ങ്. ഇനി ജാലിക ശിരാവിന്യാസത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? മുളക്, പ്ലാവ്, മാവ്, ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. 3ാമത്തെ പ്രവർത്തനമാണ്. പോസ്റ്റർ തയ്യാറാക്കാം. എത്ര മനോഹരമായ ആവാസ വ്യവസ്ഥയാണ് നമുക്കുള്ളത്.
ഇത് നശിച്ചു പോയാലോ? നമുക്കറിയാം ഇന്ന് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടതിൻ്റെ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് നല്ല ഭംഗിയായിട്ട് ചിത്രം വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ കോഡ്സ് നിങ്ങൾ എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഇവിടെ? ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കൂ അല്ലേ. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കൂ, നാടിനെ രക്ഷിക്കൂ. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് ചിത്രം കൂടെ നിങ്ങൾ വരച്ചു കൊടുക്കുക. ഓക്കെ, ഏത് പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞാലും അതിന് ചിത്രം വരക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചിത്രങ്ങൾ വരക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തത് ഒരു ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഒരു ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് ഈ പദസൂര്യൻ ഒന്ന് പൂരിപ്പിച്ച് നോക്കാം. വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളാണ്. കാട് തന്നിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയാണ്? കാട്. അതുപോലെ തന്നെ മറ്റൊരു ആവാസ വ്യവസ്ഥാ കേന്ദ്രമാണ് കുളം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ കുളം എന്ന് എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ വയൽ, പുഴ, ഇതൊക്കെ വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. മനുഷ്യൻ്റെ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നത്? താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതിന് നേരെ ടിക്ക് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അമിതമായ കീടനാശിനി. അതെന്താണ്? ആവാസ വ്യവസ്ഥയ്ക്ക് കാരണമാണല്ലേ. അത് നശിക്കാനുള്ള നാശത്തിന് കാരണമാകും. കാരണം കൂടുതൽ കീടനാശിനിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജീവികളൊക്കെ ചത്തുപോകും. ചുറ്റുപാടും മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ, അത് നല്ല കാര്യമാണ്. വയലുകളും ജലാശയങ്ങളും നികത്തൽ, അതും ചെയ്യാൻ പാടില്ല. പുഴകൾ സംരക്ഷിക്കൽ, അതും ചെയ്യാം. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടെ ശരിയായത് എന്ന് പറയുന്നത്. കാരണം ആവാസ വ്യവസ്ഥ നാശമാവാൻ ഇടയായ കാരണങ്ങൾ. ഇനി അടുത്തത് നോക്കൂ. വിത്ത് മുളക്കൽ. ക്ലാസ് റൂം പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പയറ് വിത്ത് മുളക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ജോണി വരച്ച ചിത്രമാണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ താഴെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇതിലെ ചോദ്യം, വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബീജമൂലമാണല്ലേ. അപ്പം നമുക്കിവിടെ എന്ത് എഴുതി കൊടുക്കാം? ബീജമൂലം എന്ന് എഴുതി കൊടുക്കാം. ബീജമൂലം. ഇനി ഒരു സസ്യത്തിൻ്റെ ബീജപത്രങ്ങളുടെ എണ്ണവും വേരുപടലവും ഇലകളുടെ ശിരാവിന്യാസവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇനി ഇതിലെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ആ ടേബിൾ പരിശോധിച്ചിട്ട് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത് മുകളിൽ നൽകിയിരിക്കുന്ന പട്ടികയിലെ വിവരങ്ങൾ അപഗ്രഥിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ നിഗമനമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ്? ഏകബീജപത്രമായിട്ടുള്ള 4 പേര് അല്ലേ, അതിൻ്റെ സമാന്തര ശിലാവിന്യാസമാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ബീജപത്രമുള്ള സസ്യങ്ങളുടെ വേര് എന്ന് പറയുന്നത് 4 വേര് പടലവും അതിന് സമാന്തര ശിലാവിന്യാസവും ആയിരിക്കും. ദ്വിബീജപത്രമുള്ള ഇതിന് തായ് വേര് പടലവും ജാലിക ശിലാവിന്യാസവുമായിരിക്കും എന്ന് നമുക്ക് അവിടെ അപഗ്രഥിച്ച് നിങ്ങൾക്ക് നിഗമനമായിട്ട് എഴുതാം കേട്ടോ. ഇനി താഴെ നോക്കൂ. അനുകൂലനം. ചിത്രം നിരീക്ഷിച്ച് മത്സ്യത്തിന് ജലത്തിൽ ജീവിക്കാൻ എന്തൊക്കെ സവിശേഷതകൾ ഉണ്ടെന്ന് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ കൂട്ടുകാർ ആ ഭാഗങ്ങൾ കൂടെ ഒന്നും കൂടി നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കുക. അതിനെന്താണ്? ചിറകുകളും അതുപോലെ തന്നെ വഴുവഴുപ്പുള്ള ശരീരം, അതുപോലെ തന്നെ കപ്പൽ പോലെയുള്ള അതിൻ്റെ ശരീരഘടന എന്നൊക്കെ പറയുന്നത് അതിന് ജലത്തിൽ ജീവിക്കാനും നീന്താനും ഒക്കെ വളരെ എളുപ്പമാക്കുന്നുണ്ട് അല്ലേ. ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.